ഒരു തുടക്കക്കാരന് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ഐഡിയ ആണ് എന്നിവിടെ പറയുന്നത്. അതായത് നമുക്ക് ജസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം. നമ്മളുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. എന്നാൽ ആ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വെച്ച് നമ്മൾ ബിസിനസ് ചെയ്ത് പതിയെ പതിയെ പുതിയ പ്രോഡക്റ്റുകളിലേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗ്രേഡ് അപ്പ് ചെയ്ത് നമുക്ക് ബിസിനസ് ചെയ്യണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് എന്നിവിടെ പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഐഡിയ ആണ്, പക്ഷെ അതിന് ചെറിയ ടെക്നിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ആ ടെക്നിക്കും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. ചെറുകിട ബിസിനസ്സുകളെ പറ്റിയുള്ള വീഡിയോകൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നും അത് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ആദ്യമായിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് റീപാക്കിംഗ്. കേരളത്തിൽ റീപാക്കിംഗ് ബിസിനസ്സിന് നല്ല സ്കോപ്പാണ്. ഒരുപാട് ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ പറ്റും. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പിന്നെ ഹൈ ഡിമാൻഡ് ആണ്, ഈസി ടു സ്റ്റാർട്ട് ആണ്. അതായത് നമുക്ക് എളുപ്പം തുടങ്ങാൻ പറ്റും, ഹൈ ഡിമാൻഡ് ആണ്, ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. 3 ഘടകങ്ങളും ഇതിന്റെ കൂടെ നിൽക്കുന്ന ഒരു സംഭവമാണ് റീപാക്കിംഗ് വ്യവസായം. ഏതൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അതിനു മുമ്പ് റീപാക്കിംഗ് എന്താണ് എന്ന് ചിലർക്കെങ്കിലും അറിയില്ല. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ ബൾക്കായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നു, അതിനെ ചെറിയ ചെറിയ പാക്കറ്റുകളാക്കിയിട്ട് നമ്മളുടെ ബ്രാൻഡ് ആക്കിയിട്ട് വിൽക്കുന്നു. അതാണ് റീപാക്കിംഗ് വ്യവസായം. ചെയ്യാൻ പറ്റിയ ഉൽപ്പന്നങ്ങളാണ് ഈ പറയുന്നത്. ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ ചെയ്യാൻ പറ്റും? ഏതാണ്ടൊക്കെ എല്ലാ ഉൽപ്പന്നങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മസാലക്കൂട്ടുകൾ എല്ലാം നമുക്ക് റീപാക്ക് ചെയ്യാൻ പറ്റും. പച്ചക്കറി വിത്തുകൾ റീപാക്ക് ചെയ്യാൻ പറ്റും. ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് റീപാക്ക് ചെയ്യാൻ പറ്റും. അതായത് കശുവണ്ടി, അക്രോട്ട്, ബദാം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് റീപാക്ക് ചെയ്യാൻ പറ്റും. ധാന്യങ്ങൾ റീപാക്ക് ചെയ്യാൻ പറ്റും. അതായത് ചെറുപയർ, വൻപയർ, ഉഴുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് റീപാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. പിന്നെ ഹെർബൽ പ്രോഡക്ട്സ് ഉണ്ട്. ഈ മെഹന്തി പൗഡർ അല്ലെങ്കിൽ ആംല പൗഡർ, അങ്ങനെ കുറേ അധികം ഐറ്റംസ് ഉണ്ട്. ഇതൊക്കെ ബൾക്കായിട്ട് വാങ്ങിക്കൊണ്ടുവന്ന് റീപാക്ക് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി എണ്ണ വർഗത്തിലേക്ക് പോവുകയാണെങ്കിൽ മെയിൻലി നമ്മളുടെ വെളിച്ചെണ്ണ നമുക്ക് റീപാക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് തേൻ, ഒറിജിനൽ തേൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അത് റീപാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. ഏതാണ്ടൊക്കെ എല്ലാ പ്രോഡക്റ്റുകളും റീപാക്ക് ചെയ്യാം എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ നമുക്ക് നമ്മളുടെ സ്നാക്സ് റീപാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഉപ്പേരി വർഗ്ഗങ്ങൾ എല്ലാം തന്നെ ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ഒരു കടയെങ്കിലും ഒരു ടൗൺഷിപ്പിൽ കാണും. അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുക. അവിടെ നിന്ന് നിങ്ങൾ ബൾക്കായിട്ട് എടുത്തിട്ട് നിങ്ങൾ റീപാക്ക് ചെയ്ത് നിങ്ങളുടെ ബ്രാൻഡിൽ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റും. ഇങ്ങനെ കുറെ അധികം കാര്യങ്ങൾ നമുക്ക് റീപാക്ക് ചെയ്ത് വിൽക്കാൻ പറ്റും. നല്ല ലാഭമാണ് ഇതിൽ കിട്ടുന്നത്. എവിടെ നിന്നാണ് ഈ ബൾക്ക് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നതെന്ന് നോക്കാം. ഒന്ന് നമ്മളുടെ ഹോൾസെയിൽ മാർക്കറ്റ്. നമ്മൾ എല്ലാ ടൗൺഷിപ്പിലും ഹോൾസെയിൽ മാർക്കറ്റുകൾ അതാത് പ്രോഡക്റ്റിന്റെ ഉണ്ട്. 2 ഗവൺമെന്റിന്റെ ഏജൻസീസ് ഉണ്ട്. നമ്മളുടെ ഹോർട്ടികോർപ്പ്, നാഫഡ്, കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, ഇങ്ങനെ കുറെ അധികം സ്ഥാപനങ്ങൾ കേരളത്തിന്റെ ഗവൺമെന്റിന് തന്നെയുണ്ട്. അവിടെയും തിരക്ക്, അവിടെ നിന്ന് നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ ലഭ്യമാകും. ഇനി മൂന്നാമത്തതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. സാധാരണ നമ്മൾ പറയുന്ന ഇന്ത്യ മാർട്ട്, ട്രേഡ് ഇന്ത്യ, ആമസോൺ ഹോൾസെയില്, ഫ്ലിപ്കാർട്ട് ഹോൾസെയില്, ഇങ്ങനെ കുറെ അധികം വെബ്സൈറ്റുകളും ഇതിനു വേണ്ടി ഉണ്ട്. ഇനി ഇതിന് എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? ചെറിയ ഉപകരണങ്ങൾ ഇതിന് വേണ്ടി വരും. ഒന്ന്, നമുക്ക് ഒരു ഡിജിറ്റൽ വെയിങ് മെഷീൻ വേണം. തൂക്കാനുള്ള യന്ത്രം വേണ്ടി വരും. അതൊരു 1500-3000 രൂപയ്ക്ക് ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും. പിന്നെ വേണ്ടത് സീലിംഗ് മെഷീൻ. സാധാരണ സീലിംഗ് മെഷീൻ തൊട്ട് ഈ സീലിംഗ് മെഷീൻ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു 1000 രൂപ തൊട്ട് മുകളിലോട്ട് കിട്ടും. 8000 രൂപ, 10000 രൂപ കൊടുക്കാമെങ്കിൽ നല്ല സീലിംഗ് മെഷീൻ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ലേബല്, പൗച്ചുകൾ ഒക്കെയാണ്. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ലേബൽ DTP സെന്ററിൽ നിന്ന് എടുത്തുകൊണ്ട് പൗച്ചുകൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങി നമുക്ക് പാക്ക് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് സ്റ്റോറേജ് ചെയ്യാനുള്ള കണ്ടെയ്നറുകൾ വേണം. കാരണം ഇത് ഓരോ ഐറ്റവും വരുമ്പോൾ നമ്മൾ ബൾക്കായിട്ടാണ് എടുക്കുന്നത്. അത് വരുന്ന ചാക്കിൽ തന്നെ വെക്കാൻ പറ്റില്ല. നമ്മളത് സ്റ്റോറേജ് ചെയ്യണം. അതിനുള്ള കണ്ടെയ്നർ നമുക്കൊരു 2000 തൊട്ട് ഒരു 5000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വരും. ഇങ്ങനെ ഒരു ഏകദേശ ചെലവെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10000 രൂപ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. 10000 to 50,000 നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതെവിടെയാണ് വിൽക്കേണ്ടത്? നമുക്ക് ലോക്കൽ ഷോപ്പുകളിൽ കൊടുക്കാൻ പറ്റും, സൂപ്പർ മാർക്കറ്റുകളിൽ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ നമുക്ക് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതിലൂടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്ത് ഇത് വിൽക്കാൻ പറ്റും. പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴി നമുക്കിത് റീസെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ എക്കോ ഫ്രണ്ട്ലി
സ്റ്റോറുകൾ ഒരുപാടുണ്ട്. അവിടെ നമുക്ക് കോൺടാക്ട് ചെയ്താൽ അവിടെ കൂടിയും നമുക്ക് വിൽക്കാൻ പറ്റും. ലാസ്റ്റ് വൺ, നമുക്ക് ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും. കസ്റ്റമർക്ക് ഡയറക്റ്റ് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ കുറച്ച് പ്രോഡക്റ്റുകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് ഏത് പ്രോഡക്റ്റ് വേണമെന്ന് തീരുമാനിച്ച് അതിന്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിനു ശേഷം ചെറിയൊരു റീപാക്കിംഗ് വ്യവസായം നിങ്ങൾക്കും ആരംഭിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.